എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു അടിപൊളി ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം 1/2 ടീസ്പൂൺ കടുകാണ് ഞാനിപ്പോൾ ചേർത്തത്. കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞ ശേഷം 2 നുള്ള് ഉലുവയാണ് ചേർത്തത്. ഉലുവ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് അടുത്തതായിട്ട് ചേർക്കാനുള്ളത്. 1/2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞ ശേഷമാണ് ഇതിലേക്ക് സവാള ചേർക്കുന്നത്. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് ഞാൻ ചേർത്തത്. സ്ലൈസ് ചെയ്തിട്ടാണ് സവാള ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെയാണ് ചേർക്കാനുള്ളത്. തീ കുറച്ച് വെച്ച ശേഷം വേണം പൊടികൾ ചേർക്കാനായിട്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഈ 3 പൊടികളും ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് ചേർക്കുന്നത്. എനിക്കിവിടെ കുറച്ച് വലിയ ചെമ്മീനാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കിത് കുറച്ചുകൂടി ചെറിയ ചെമ്മീൻ കിട്ടുമെങ്കിൽ അതിൽ തയ്യാറാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എനിക്കിപ്പോൾ ഇത് മാത്രമാണ് ഇവിടെ കിട്ടിയത്, അതുകൊണ്ടാണ് ഇത്രയും വലിയ ചെമ്മീൻ എടുത്തത്. നന്നായിട്ട് ഈ മസാലയുമായിട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ മസാലയെല്ലാം നന്നായിട്ട് ഈ ചെമ്മീനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ 2ാം പാലിലാണ് ഈ ചെമ്മീൻ നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1.25 കപ്പ് 2ാം പാലാണ് ഒഴിക്കുന്നത്. 2ാം പാൽ ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ 2ാം പാൽ നല്ലതുപോലെ ഒന്ന് കുറുകി ചെമ്മീനൊക്കെ പാകത്തിന് വെന്ത് വന്ന ശേഷമാണ് ഇതിലേക്ക് 1ാം പാൽ ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ചാനലിൽ ചെമ്മീൻ ബിരിയാണിയുടെയും ചെമ്മീൻ റോസ്റ്റിൻ്റെയും അതുപോലെ ഒരു സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈഡേയൊക്കെ റെസിപ്പികൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് കാണാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് തുറന്നിട്ടുണ്ട്. ഇതിൽ ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുള്ള ആ തേങ്ങാപ്പാൽ ഒന്ന് കുറുകി വന്ന ശേഷമാണ് ഇതിലേക്ക് 1ാം പാൽ ചേർക്കുന്നത്. 1/4 കപ്പ് 1ാം പാലാണ് ചേർക്കുന്നത്. തീ ഏറ്റവും കുറച്ചാണ് വെച്ചിരിക്കുന്നത്. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചെമ്മീനൊക്കെ പാകത്തിന് വെന്ത് വന്നു കഴിഞ്ഞ ശേഷമാണ് 1ാം പാൽ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട ശേഷം ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കുകയാണ്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്